തിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന നമ്മുടെ സ്വന്തം പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത് സെക്സ് എന്താണ്, ജെൻഡർ എന്താണ്, ജെൻഡറിനെ ചുറ്റിപ്പറ്റിയുള്ള വിവിധ തരം പദപ്രയോഗങ്ങൾ. ഇതിനൊക്കെ ഇടയ്ക്ക് നമ്മൾ പറയാതിരുന്ന അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, സെക്ഷുവൽ ആംബിഗ്വിറ്റി. ആ വാക്ക് അതിൽ തന്നെ കാഠിന്യമേറിയതാണ് അല്ലേ? അപ്പോൾ ഞാൻ സാറിനോട് ഇന്ന് ചോദിക്കുന്ന ചോദ്യം അതാണ്, സെക്ഷുവൽ ആംബിഗ്വിറ്റി എന്താണത്? തീർച്ചയായിട്ടും ആതിര, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇതിന് ആവശ്യമാണ്. കാരണം നമ്മൾ LGBTQയുടെ അവരുടെ ആ ലോഗോയ്ക്കകത്ത് ഈ ഐയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐ അത് ഇൻ്റർസെക്സ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റർസെക്സ് എന്നാണ് പറയുന്നത്. ഈ സെക്ഷൽ ആംബിഗ്വിറ്റി അല്ലെങ്കിൽ ആംബിഗ്യസ് ജെനിറ്റാലിയ, അതിന് നേരത്തെയൊക്കെ ഫസ്റ്റ് ടൈം ഹെർമഫ്രോഡിറ്റിസം ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴ് സയൻസ് അതിനെ പറയുന്നത് ഇൻ്റർസെക്സ്. അപ്പോൾ ആ ടേം തന്നെ നമുക്കിനി തുടർന്ന് ഉപയോഗിക്കാം. അപ്പം ഇൻ്റർസെക്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെ ആണോ പെണ്ണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ്? ആ കുഞ്ഞിൻ്റെ ജെനിറ്റൽ ഓർഗൻസ് കണ്ടുകൊണ്ടാണ് ഡോക്ടേഴ്സ് ആണ് അല്ലെ പെണ്ണ് എന്ന് പറയുന്നത്. അപ്പോഴിവിടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഇതിൻ്റെ ഭാഗ്യമായിട്ടുള്ള ഈ ലൈംഗിക അവയവങ്ങൾ പൂർണ്ണമായി ഡെവലപ്പ് ആകാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിലേക്ക് ഇനി നമ്മൾ പോകും, ഏതൊക്കെ സിറ്റുവേഷൻസ് ആണ്. ഇത് വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള റീസൺസ് ആണ് അതിന്. ഇതിനകത്ത് ട്രാൻസ്ജെൻഡറിസോ മറ്റുള്ള ഒരു കാര്യവും നമ്മൾ കൊണ്ടുവരാതെ തന്നെ സയൻസ് വളരെ വ്യക്തമായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നമുക്ക് എന്താണ് ഇതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും മനസ്സിലാക്കുക. ഇൻ്റർസെക്സ് എന്ന് പറഞ്ഞാൽ പലരും എന്നോട് ചോദിക്കാറുള്ള ചോദ്യം സെയിം ചോദ്യമാണ്, സാറേ ആണും പെണ്ണും അല്ലാത്ത ഒരവസ്ഥയുണ്ടല്ലോ, അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവരെക്കുറിച്ച് എന്താണ് കത്തോലിക്കാ സഭ പറയുന്നത്? നമ്മൾ കത്തോലിക്കാ സഭയുടെ പഠനം അനുസരിച്ച് ദൈവം നമ്മളെ ഒന്നിലാണ് അല്ലെ പെണ്ണായിട്ട് സൃഷ്ടിച്ചു. അപ്പോൾ ഇത് എന്താണ് അവരെക്കുറിച്ചുള്ള സഭയുടെ പഠനം? അപ്പോൾ ഇതൊക്കെ ആളുകൾ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സയൻറ്റിഫിക് വശം ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതൊരു വേറൊരു ലെവലിൽ നമുക്ക് ഇതിന് നിന്നുകൊണ്ട് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ ടൈം നമുക്ക് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ പല പേരുകൾ പറയും. എന്തുകൊണ്ടാണ് ഈ ലൈംഗികമായിട്ടുള്ള അവയവങ്ങളുടെ വളർച്ച പൂർണ്ണമാകാത്തത്? പക്ഷേ മോസ്റ്റ് കേസസിൽ അവർ ഈ കുട്ടി ഒന്നിൽ ആണായിട്ടാണ് പെണ്ണായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. അത് ഇൻറ്റേർണലി ഒന്നിൽ ആണായിരിക്കും അല്ലെ പെണ്ണായിരിക്കും, പക്ഷേ എക്സ്റ്റേണലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇന്റേണലി അതുണ്ടാവും. ഇന്റേണലി മോസ്റ്റ് കേസസ്, അതിന് എക്സെപ്ഷണലായിട്ടുള്ള കേസുകളുണ്ട്. കാരണം ഇതൊരു സയൻറ്റിഫിക് ക്രോമസോം മിസ്മാച്ച്, അല്ലെങ്കിൽ ഇതിനെ കൺജെനിറ്റൽ കണ്ടീഷൻസ് ഓഫ് സെക്ഷൽ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. ഇതൊരു ജനറ്റിക് ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന ചില പ്രത്യേകതകളാണ്, അതാണ് സയൻസ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും ലോകത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അത് ശരിയല്ല. കാരണം സയൻസ് തന്നെ സർവേയിൽ ഇത് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 0.018% to 1.7% മാക്സിമം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പല കാറ്റഗറീസ് ഉണ്ട്. അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തപ്പം ഒരു 99.9% കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴും നമുക്ക് ഫിസിക്കലി എക്സ്റ്റേണലി അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ജെനിറ്റൽ ഓർഗൻസ് കൊണ്ട്. പക്ഷേ ഈ ഒരു ആളുകളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ദർ ആർ സം റീസൺസ് എന്തുകൊണ്ടാണെന്നുള്ളത് ഈ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ ഫുള്ളി ആകാത്തത്. അത് നമ്മൾ സയൻറ്റിഫിക്കലി മനസ്സിലാക്കുക. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് സഭയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതിനെക്കുറിച്ച്. അപ്പോൾ ഈ ഇൻ്റർസെക്സിനെ നമുക്ക് 4 തരംതിരിക്കാം. അത് ഞാൻ സ്ക്രീനിൽ അവിടെ അതിൻ്റെ പ്രധാനപ്പെട്ട ടൈറ്റിൽ കാണിക്കുന്നുണ്ട്. അത് ആദ്യത്തേത് 46XX ഇൻ്റർസെക്സ്, രണ്ടാമത്തേത് 46XY ഇൻ്റർസെക്സ്, മൂന്നാമത്തേത് ട്രൂ ഗോണാൾഡ് ഇൻ്റർസെക്സ്, നാലാമത്തെ കോംപ്ലെക്സ്
അല്ലെങ്കിൽ സങ്കീർണമായ വേർതിരിച്ചറിയാനാവാത്ത ഇൻ്റർസെക്സ്, കോംപ്ലക്സ് ആൻഡ് അൺഡിറ്റർമിൻഡ് ഇൻ്റർസെക്സ് എന്ന് പറയാം അതിന്. അപ്പോൾ ഈ 4 കാറ്റഗറി നമ്മൾ ഓരോന്നും എടുത്ത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തേത് നമ്മൾ എടുക്കാം 46XX ഇൻ്റർസെക്സ് എന്താണ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു നോർമൽ കേസിൽ ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ എത്ര ക്രോമസോമാണ് അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ഒരുമിച്ച് അവർക്ക് വരേണ്ടത്? 23 and 23 ഈച്ച്. അങ്ങനെയാണ് 46. പിന്നെ നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് ഈ 2 അതായത് എക്സ് ആൻഡ് എക്സ് നമ്മുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന, അതായത് സെക്സ് ഡിറ്റർമിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ സെക്സും നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും ആ ഒരു ക്രോമസോമിൽ നിന്നാണ്. എക്സ് ആൻഡ് എക്സ്, അതാണ് ആ ജീൻ. അത് നമ്മൾ പറയുന്നത് ജനറ്റിക്, അത് പേരൻസിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എക്സും എസും കൂടെ വരുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ആൺകുട്ടിയോ പെൺകുട്ടിയോ? ഫീമെയിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് നോക്കാം. ഈ 46XX ഇൻ്റർസെക്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിക്ക് സ്ത്രീയുടെ ക്രോമസോമുകളും അണ്ഡാശയങ്ങളും ഉണ്ടായിരിക്കും ഇൻറ്റേർണലി. അപ്പോൾ ഇത് പെൺകുട്ടിയാണ് ആകേണ്ടത്. അത് ഇൻറ്റേർണലി ഒരു സ്ത്രീയുടേതായ എല്ലാ അവയവങ്ങളും ഉണ്ട്. അതേസമയം ഭാഗ്യമായിട്ട് ആ ജെനിറ്റൽസ് പുരുഷൻ്റേതായി കാണപ്പെടുകയോ, എക്സാക്റ്റ് പുരുഷൻ്റെ പോലെയല്ല, അതെന്നാൽ സ്ത്രീയുടെ ജെനിറ്റൽസിന് പോലെയല്ല, മോർ ഓർ ലെസ് ഇൻ ബിറ്റ്വീൻ മാൻ ആൻഡ് വുമൺ, അത് ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജാണ് ഈ 46XX ഇൻ്റർസെക്സിൽ നമുക്ക് കാണാൻ പറ്റും. ഈ കേസിൽ അങ്ങനെയാണ്. ഇന്റേണലി അവർ ഫീമെയിലാണ്, പക്ഷെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇവൻ മെഡിക്കൽ സയൻസ് പോലും പല കാര്യങ്ങളും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്തിനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്താൽ പോലും അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ അവർ വളർന്നു വരുന്ന സമയത്ത് കുറേ കഴിയുമ്പോൾ ദേ മേ ബി ഏബിൾ ടു ഷോ ദ സിംറ്റംസ് ആൻഡ് എവറിത്തിങ്. ഇതാണ് ഈ 46XX ഇൻ്റർസെക്സ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ എത്ര പെർസെൻറ്റേജാണ്? 99.9% മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് അറിയാം നോർമലായിട്ടാണ്. ഇതൊരു തുച്ഛമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് മാത്രമേ ലോകത്തിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളത് റിയലാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പല കാരണങ്ങൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് സ്ക്രീനിൽ അത് വായിക്കാം. സയൻറ്റിഫിക്കായിട്ടുള്ള റീസൺസ് ആണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു കാരണം കൺജനിറ്റൽ ആൻഡ്രിനൽ ഹൈപ്പർപ്ലാസിയ. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കാരണം. എന്ന് പറഞ്ഞാൽ അതൊരു ജനറ്റിക് ഡിസോർഡറാണ്. ജനറ്റിക്കലി ഇറ്റ് ഈസ് ഒരു അങ്ങനെയാണ്, അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നുള്ള ഒരു ജനറ്റിക് ഡിസോർഡറായിട്ടാണ്. രണ്ടാമത്തേത്, ഈ കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത്, ഈ ഗർഭാവസ്ഥയിൽ അമ്മ പുരുഷ ഹോർമോണുകൾ എന്തെങ്കിലും കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ടെസ്റ്റോസ്റ്ററോൺ എടുത്തിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു കാരണം ആയേക്കാം. പല കാരണങ്ങളാണ് സയൻസ് പറയുന്നത്. അതുപോലെ തന്നെ ചില കേസുകളിൽ ഈ അമ്മമാർക്ക് യൂട്രസിൽ മുഴയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ചില രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടും ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ സയൻസ് പറയുന്നതാണ്. എന്താണ് പെർട്ടിക്കുലർ റീസൺ എന്നുള്ളത് നമുക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു ജനറ്റിക് ഡിസോർഡറിന് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ സയൻസ് പറയുന്നു ജനറ്റിക് മോഡിഫിക്കേഷനൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ഈസി, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇപ്പോൾ സയൻസ് വലിയ റിസർച്ചൊക്കെ നടത്തി. ഒരു സമയത്ത് ഞാൻ ന്യൂസിൽ വായിച്ചു, നമുക്ക് ജനറ്റിക് മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയുള്ള കുഞ്ഞാണ് എനിക്ക് വേണ്ടത്, ഏത് ഫീൽഡിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളിനെയാണ് എനിക്ക് വേണ്ടത്, അതിനനുസരിച്ച് ജീൻ നമുക്ക് മോഡിഫൈ ചെയ്യാമെന്നൊക്കെ ഇവർ റിസർച്ച് നടത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മളെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന, ചലഞ്ച് ചെയ്യുന്ന, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ്. അതിൽ എത്രത്തോളം സക്സസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഈ 46XX ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്.
ഇനിയും നമ്മൾ അടുത്ത ഒരു കാറ്റഗറി ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത കാറ്റഗറിയിൽ 46XY ഇൻ്റർസെക്സ്. അപ്പം നമ്മൾ എക്സും വൈയും കൂടെ ചേരുമ്പോൾ എന്താണ് ഉണ്ടാകേണ്ടത്? മെയിൽ ചൈൽഡാണ് ഉണ്ടാകേണ്ടത്. അപ്പം നമുക്കിവിടെ കാണാം, ഒരാൾ പുരുഷൻ്റെ ക്രോമസോമുകളെല്ലാം ഉണ്ട്, അതേസമയം ഭാഗ്യമായ ജെനിറ്റൽസ് അവയവങ്ങൾ അപൂർണമായി രൂപാന്തരപ്പെടുകയോ അവ്യക്തമായിരിക്കുകയോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ലുക്സ് ലൈക്ക് സ്ത്രീകളുടെ ഒരു വജീന പോലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു രീതിയിൽ ഒരു ഷേപ്പിൽ അത് ഇരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ളി ഡെവലപ്ഡ് ആകാത്ത ജെനിറ്റൽ ഓർഗൻസ് എക്സ്റ്റേണലി. അപ്പോൾ ഇവിടെയും അപ്പോൾ സയൻസ് തന്നെ അതിനെ പറയുന്നത് 46XY ഇൻ്റർസെക്സ്. അത് XY എന്ന് പറയുമ്പോൾ ആണാ. ഇൻറ്റേർണലി ഇറ്റ് ഈസ് ദർ, ബട്ട് ഔട്ട്വേർഡ് ദർ ഇസ് ലോട്ട് ഓഫ് ഡിസോർഡർ. അപ്പോൾ ഒരിക്കൽ നമുക്ക് ഈ ക്രോമസോം മിസ്മാച്ചും ഡിസോർഡറും വന്നു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണത് കറക്റ്റ് ചെയ്യാൻ. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവരെ ഇൻറ്റേർണലി അവർ ഫീമെയിൽ ആണെങ്കിൽ അങ്ങനെ തന്നെ ഈ കേസുകളിലൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ ഒരിക്കൽ ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിന് ഞാൻ ക്ലാസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറയുന്നത് പോലെ ഇറ്റ്സ് നോട്ട് ഈസി. ഒരു സർജറി ചെയ്ത് ആളിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആകേണ്ടതാണ്. ഇത് ഡെവലപ്പ് ആകേണ്ട ഹോർമോണുകൾ. അപ്പോൾ ഇവിടെ എന്താണ് പറ്റിയിരിക്കുന്നത്? ഇതിൻ്റെ കാരണം നമ്മൾ മറ്റേടത്ത് നമുക്ക് പുരുഷന്മാരുടെ ഹോർമോൺ കൂടുതലായിട്ട് ആ കുഞ്ഞിന് ലഭിച്ചു. അത് പല കാരണങ്ങളിലൂടെയാണ് ജനിച്ചത്. അതുകൊണ്ടാണ് എക്സും കൂടെ ജോയിൻ ചെയ്തപ്പോഴും അത് കമ്പൈൻ ആയപ്പോഴും പുരുഷന്മാരുടെ പല രീതിയിൽ ഉള്ള ക്യാരക്ടേഴ്സ് വന്നത്. അപ്പം അതൊരു സയൻറ്റിഫിക് ഒരു ഡിസോർഡറാണ്. അവർ പറയുന്നത് അങ്ങനെ നമുക്ക് ഒരു സ്കാനിങ്ങിലോ അല്ലെ പെട്ടെന്നൊരു സർജറിയിലോ ഒന്നും അത് മാറ്റാൻ പറ്റില്ല, റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ ജന്മന കൈയില്ലാത്ത കുഞ്ഞുങ്ങൾ വരുന്ന കണ്ടിട്ടില്ലേ? ജന്മന കാല് രണ്ടും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, ഒരു കാരണവും ഇല്ലാതെ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പിന്നെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാത്തിലും. സെയിം വേ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ചിന്തിക്കുക, അല്ലാതെ ഇതൊരു വേറൊരു അപാകതയായിട്ട് നമുക്ക് അതിനെ കരുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസ്ജെൻഡറിസമാണ്, ജെൻഡർ ഐഡിയോളജി ആണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ നമ്മൾ ആ ഒരു അംബ്രലായിൽ കൊണ്ടുവരാൻ ജെൻഡർ ഐഡിയോളജി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൽ എത്രത്തോളം സയൻസ് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കിപ്പോഴും സംശയം. അങ്ങനെ ഒരു പ്രവണത ശരിക്കും നമുക്കുണ്ടല്ലേ, ഇതിനെയും ട്രാൻസ്ജെൻഡറിസം അല്ലെങ്കിൽ ജെൻഡർ ഐഡിയോളജിയുടെ കീഴിൽ കൊണ്ടുവരാനുള്ള? ഇതാണ് എനിക്ക് തോന്നുന്നു ഇതിൽ ഒത്തിരി സോഷ്യൽ സ്റ്റിഗ്മ ഒരുപാടുണ്ട്. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നമ്മൾ ഈ ഗിജറ എന്ന് ഇപ്പോഴും പറയുന്നതിൽ ചില ആളുകൾക്ക് ഇങ്ങനെയുള്ളവരുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവരും അങ്ങനെയുള്ളവരല്ല. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴേ അന്ന്, ഇപ്പോഴത്തേതല്ല ഞാൻ പറയുന്നത്, പഴയ കാലങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും വളർത്താനും പേരൻസ് തന്നെ ഹെസിറ്റൻ്റാണ്. കാരണം ഇത് വളർന്നു വന്നു കഴിയുമ്പോൾ എന്നാ ചെയ്യാൻ പറ്റും ഈ അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്തിരി എഫക്ട്സ് ഇതിലുണ്ടേ എന്ന് നമുക്ക് പറയാം. നമുക്ക് നാണക്കേട് ഉണ്ട്. ഒരു സോഷ്യലി അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് പണ്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഈ ഗിജഡകൾ അവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും അവർ വളർത്തുകയും അവരുടെ കൂടെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുകയും അങ്ങനെയൊക്കെ അതിൻ്റെ ചരിത്രങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ചരിത്രങ്ങളുണ്ട്. പക്ഷേ ഇവരെ നമുക്ക് തേർഡ് ജെൻഡറായിട്ടും കരുതാൻ പറ്റത്തില്ല. ഇന്ത്യ ക്ലാസിഫൈ ചെയ്യുന്ന തേർഡ് ജെൻഡർ എന്നും പറഞ്ഞ് ഇവരെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തുമില്ല. കാരണം ദിസ് ഈസ് ഒരു സയൻറ്റിഫിക് റീസൺ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പം നമ്മുടെ കയ്യോ കാലോ ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നമുക്ക് തേർഡ് ജെൻഡറിൽ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിച്ചാൽ ഇവർ തേർഡ് ജെൻഡറിൻ്റെ ഭാഗമോ അല്ല. ഇവർ ആക്ച്വലി ദേ ആർ സം കൈൻഡ് ഓഫ് ക്രോമസോം മിസ്മാച്ച് കൊണ്ട് അതിൻ്റെ ബാഡ് എഫക്റ്റിലുണ്ടായതാണ്. ഓക്കെ, ഇതിൽ പല വ്യത്യാസങ്ങളും കേസുകളനുസരിച്ച് അവർ കുഞ്ഞുങ്ങൾ വളരും തോറും ചിലർ പറയുന്നുണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ആണാണോ പെണ്ണാണോ എന്നുള്ള ഭാഗ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ പ്രവർത്തികൾ തന്നെയല്ല. കുറേ കഴിയുമ്പം പെൺകുട്ടികളാണ് പിന്നെ
പല രീതിയിലും അവർക്ക് ബോഡി ചേഞ്ചസും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ആർക്കും ഒരു ക്ലിയർ കട്ട് ഉത്തരം പറയാൻ പറ്റാത്തത് ഇതൊരു ഒരു പിന്നെ ജനറ്റിക് പ്രോബ്ലം ആയതുകൊണ്ട്. കാരണം അതിനെ ആർക്കും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ഒരു പല കാരണങ്ങൾ ഇതിനകത്തിലുണ്ട്. ഇതിലും ഇതാണ്, കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോൾ ആവശ്യത്തിന് ടെസ്റ്റോസ്റ്ററോൺ കിട്ടിയിട്ടില്ലെങ്കിൽ, ടെസ്റ്റോസ്റ്ററോൺ കുഞ്ഞിന് ആവശ്യത്തിന് കിട്ടുന്നില്ലെങ്കിൽ, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ, ഇപ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോൺ ഈ ജീൻസിലൂടെയും അല്ലാതെയും ഒക്കെ ഈ കുഞ്ഞിന് സപ്ലൈ ആവശ്യമാണ് ഡെവലപ്മെൻറ്റിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് അതിന് പകരം സ്ത്രീകളുടെ ഹോർമോണാണ് ഈ കുഞ്ഞിന് കൂടുതൽ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ ജീൻസിലും ജനറ്റിക്കലി നമ്മുടെ ശരീരത്തിലുണ്ട്. ദൈവം വളരെ വിദഗ്ധമായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയാകാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം സയൻസ് പറയുന്നത് അതിന് ഫുള്ളി ഡെവലപ്ഡ് ആകാനായിട്ട്, ആ ആൺകുട്ടിയുടെ ജെനിറ്റൽ ഓർഗൻസ് ഫുള്ളി ഡെവലപ്ഡ് ആകാനുള്ള ടെസ്റ്റോസ്റ്ററോൺ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്ത് അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷന് തടസ്സമായി നിന്ന പല ഹോർമോണുകളും, ഒരു പക്ഷേങ്കിൽ അതിന് ഈ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യത്തിന് പല ഹോർമോണുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന് തടസ്സമായിട്ട് നിന്ന് ആവശ്യത്തിനുള്ള ടെസ്റ്റോസ്റ്ററോൺ കിട്ടാത്തത് കൊണ്ട് അത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസൺ പറയുന്നത്. അപ്പോൾ നമ്മൾ 46XX ഇൻ്റർസെക്സ് കണ്ടു, 46XY ഇൻ്റർസെക്സ് കണ്ടു. അപ്പോൾ ഇവരെല്ലാം നമ്മൾ ഇത് കൂടാതെ ഈ ഗോണാൾഡ്, മൂന്നാമത്തെ ഞാൻ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഗോണാൾഡ്, ട്രൂ ഗോണാൾഡ് ഇൻ്റർസെക്സ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെ അവർക്ക് ഒരു പക്ഷേയെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകിൽ ആണുങ്ങളുടെ കുറേ ലക്ഷണങ്ങൾ, ഫുള്ളി ഡെവലപ്ഡ് പെണ്ണുങ്ങളുടെ കുറേ ലക്ഷണങ്ങൾ, അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ മിക്സായ ഒരു സ്റ്റേജാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്ന ഇൻ്റർസെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രൂ ഗോണാൾഡ് എന്ന് പറയുമ്പോൾ അത് XX ക്രോമസോമുകൾ അല്ലെ XY ക്രോമസോമുകൾ, ഇത് ഏതെങ്കിലും കൂടെ ക്ലബ്ബായി ഒന്നിൽ XX കൂടെ ഉണ്ടാകും, XY കൂടെ ഉണ്ടാകും. അപ്പോൾ ഈ തരത്തിലാണ് അവരുടെ ജെനിറ്റൽ ഓർഗൻസ് ഫുള്ളി ഡെവലപ്ഡ് ആകാതെ. അപ്പോൾ അത് ഒരു പക്ഷേ സ്ത്രീയുടേതോ പുരുഷൻ്റേതോ ആയിട്ട് കാണപ്പെടും. പക്ഷേ ഇൻറ്റേർണലി ദേ മേ ബി ദി അതർ വേ. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം, അവർ കാരണങ്ങൾ ശരിയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല ഇനി സയൻസ്. അപ്പോൾ ഒരു കാരണം പറയുന്നത് നമ്മൾ ഈ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന കീടനാശിനികളും അങ്ങനെയുള്ള കൂടുതൽ അതിൻ്റെ എക്സ്പോഷറുള്ള, ഇപ്പം കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ എക്സ്പോഷറോ അത് ഉള്ളിൽ പോവുകയോ ഒക്കെ ചെയ്യുമെങ്കിൽ ഇങ്ങനെയുള്ള ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സയൻസ്, ആ കാരണം മാത്രമേ ഇപ്പോൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ട്രൂ റീസൺ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അടുത്തത് കോംപ്ലക്സ് ഓർ അൺഡിറ്റർമിൻഡ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ഞാനതും അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ XX അല്ലെങ്കിൽ XY ഇൻ്റർസെക്സിന് പകരം ഏതെങ്കിലും ഒരു ക്രോമസോം അവിടെ അഡീഷണൽ ഉണ്ടാവും. ഏതെങ്കിലും ഒരു ക്രോമസോം അഡീഷണൽ ഉണ്ടാവും. അപ്പം XXX അല്ലെ XXY അല്ലെ XYY. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ക്രോമസോം എക്സ്ട്രാ ആകുമ്പോൾ അത് അൺഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആകെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അപ്പം ആന്തരികവും ഭാഗികവുമായിട്ടുള്ള അവയവങ്ങൾ തമ്മിൽ അങ്ങേയറ്റം കൺഫ്യൂഷനാണ് പിന്നെ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഒരു ജനറ്റിക് ഡിസോർഡർ ആയതുകൊണ്ട് അതിൻ്റെയും ശരിയായിട്ടുള്ള കാരണം ഇനിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പല കാരണങ്ങൾ പറയും, പക്ഷേ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ശരിക്കും സയൻസും അതാ പറയുന്നത്. പോസിബിളി ഇറ്റ് കുഡ് ബി ദിസ് വേ. പക്ഷേ എല്ലാം ഈ ക്രോമസോമുകളുടെ മിസ്മാച്ച് അല്ലെ അഡീഷണൽ അല്ലെ അതിൻ്റെ ശരിക്കുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ പോയി, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് ജനറലി പറയുന്നത്. സാർ, ഇപ്പം ഇൻ്റർസെക്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി.
അപ്പോൾ തിരുസഭ ഇന്റർസെക്സിലുള്ള ആൾക്കാരെ പറ്റി എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്? തിരുസഭയുടെ നിലപാടെന്ന് പറഞ്ഞാൽ എപ്പോഴും സഭ ഒരിക്കലും സയൻസിനെതിരല്ല. സയൻസിന് ഐഡിയോളജിക്കെതിരായിരിക്കും. സയൻസ് ആൻഡ് ഫെയ്ത്ത്, വിശുദ്ധ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, സയൻസ് ആൻഡ് ഫെയ്ത്ത് ഇത് രണ്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ സഭ ഈ സയൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ അവരെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഇങ്ങനെ നമുക്കൊരു ഒരുപാട് കോമൺ കേസുകളല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഒരു ചാക്രിക ലേഖനമോ ഒന്നുമോ അതിനായിട്ട് തന്നെ നമുക്ക് ഇറക്കിയിട്ടില്ല. പക്ഷേ പല ഡോക്യുമെൻറ്റുകളിലും ഇതിനെക്കുറിച്ച് വിശകലനമായിട്ട്, അതായത് സയൻസിൻ്റെ അതേ ആറ്റിറ്റ്യൂഡ് തന്നെ സഭയും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഒരു ഡിസ്പ്ലേ കാണിക്കാം. മതബോധന ഗ്രന്ഥം 1935 അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, നമുക്ക് ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇങ്ങനെയുള്ള ആളുകളോട് നമുക്ക് കാണിക്കാൻ പാടില്ല. നമ്മൾ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നു. അവരുടെ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷനാണ്, അത് നമ്മുടെ ആരുടെയും കൺട്രോളിലുള്ള കാര്യമല്ല, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്ക് അവരുടെ റേസിൻ്റെയോ അല്ലെങ്കിൽ സെക്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കണ്ടീഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അവരെ നമ്മൾ കൂടത്തി ചേർത്ത് നിർത്തണം. ഇതാണ് 1935 മതബോധന ഗ്രന്ഥം. അത് പെർട്ടിക്കുലറായിട്ട് ഇൻ്റർസെക്സുകാരെ കുറിച്ചല്ല പറയുന്നത്, ജനറലി ഇങ്ങനെയുള്ള കേസുകളെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ പോപ്പ് ഫ്രാൻസിസിൻ്റെ അമോറിസ് ലെത്തീഷ്യയിൽ അദ്ദേഹത്തിൻ്റെ 296 പാരഗ്രാഫിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഞാൻ അതും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഇതാണ്, നമുക്ക് ഈ സൊസൈറ്റിയിൽ കാണുന്ന പല കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ ഇൻഡിവിജ്വൽസിന് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു കൺസേണും മേഴ്സി, അതുപോലെ തന്നെ പാസ്റ്ററൽ കെയർ. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൂടുതൽ വേണ്ടത് പാസ്റ്ററൽ കെയറാണ്. അപ്പോൾ അതൊന്നും നമ്മൾ കൊടുക്കാതിരിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും നമ്മൾ അവർക്ക് വേണ്ടതായ എല്ലാ പരിഗണനയും അവർക്ക് വേണ്ടതായ പാസ്റ്ററൽ കെയറും നമ്മൾ കൊടുക്കണം. പക്ഷേ വേറെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല ഇതിൽ നിന്ന് അവർ പുറത്തു വരാനായിട്ട്. കാരണം അവരുടെ ഫിസിക്കലി ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ, പക്ഷെ അവർക്ക് വേണ്ട പരിചരണവും പാസ്റ്ററൽ കെയറും കൊടുക്കണം. അതാണ് പോപ്പ് ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പെർട്ടിക്കുലർലി ഇൻ്റർസെക്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു ഡോക്യുമെൻറ്റിലും നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. ജനറലി ഇതെല്ലാം അതിൽ ഇൻക്ലൂസീവാണ്. നമ്മുടെ ഇന്നത്തെ സമയം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ്റർസെക്സിനെ പറ്റിയാണ് അറിഞ്ഞത് അല്ലേ? ഇൻ്റർസെക്സിൻ്റെ പല ജോണേഴ്സ് നമ്മൾ കണ്ടു, പല ടൈപ്പ് ഓഫ് ഇൻ്റർസെക്സ് കണ്ടു. ഒത്തിരി പേർക്കും ഇതൊരു വെളിച്ചമാണ്. ഇൻ്റർസെക്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിങ്ങനെ ഇൻവേർട്ടഡ് കോമയിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു വാക്കായിരുന്നു. ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളതാണ്. അപ്പം നമ്മൾ സഭ പറയുന്നത് തെറ്റല്ലേ, മെയിൽ ആൻഡ് ഫീമെയിൽ അല്ല, ഇങ്ങനൊരു കാറ്റഗറി ഇല്ലേ? അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതാണ് സത്യം. സത്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചു. കാരണം ഇതുപോലെ പല ഡിഫോമാറ്റീസ് ഒരു മനുഷ്യൻ കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. നമുക്കതെല്ലാം അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെ നമ്മൾ വേറൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ തള്ളി വിട്ടുകൊണ്ട് ഒരു ഐഡിയോളജിയുടെ പിൻബലത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും അവരെക്കുറിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളുടെ ഉത്തരവാദിത്വമാണ് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ ഒരു സോഷ്യൽ ടാബു ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിഗ്മ ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളവരെ തള്ളിക്കളയുന്ന ഒരു സൊസൈറ്റി അല്ല നമ്മൾ. കത്തോലിക്ക സഭ അവരെയും കൂടെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടതായ പാസ്റ്ററൽ കെയർ കൊടുക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാക്കന്മാർ പറയുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് നിർത്തി നമുക്ക് സാറിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. ഈശോയെ, പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡിൽ ലൈംഗികമായിട്ട് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, എക്സ്റ്റേണലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ കുറേ ആളുകൾ ഈ ലോകത്തിലുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ അങ്ങയുടെ കരുണയും സ്നേഹവും എപ്പോഴും അവരോടൊപ്പമുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിട്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായിട്ടോ ഒന്നുമല്ല. ഇതൊരു ഡിസോർഡർ, ഒരു ജനറ്റിക് ഡിസോർഡർ. ദൈവത്തിന് എന്തൊക്കെയോ പദ്ധതികൾ ആ വ്യക്തികളെക്കുറിച്ച് ഉണ്ടാകാം, നമുക്കറിയത്തില്ല.
അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനും അവർക്ക് വേണ്ടതായ പരിചരണം കൊടുത്ത് അവരെ അങ്ങയുടെ സ്നേഹത്തിലേക്കും കരുണയിലേക്കും നയിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും അങ്ങ് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അതുപോലെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവരെ എല്ലാം അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന നാഥ, അവരെ ആശ്വസിപ്പിക്കണമേ. അവരുടെ ശാരീരികവും മാനസികവുമായ എല്ലാ അവസ്ഥകളിലേക്കും അങ്ങ് കടന്നു ചെന്നുകൊണ്ട് അങ്ങയുടെ സ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസും ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നാം ഇന്ന് കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും ഒക്കെ ഇൻ്റർസെക്സിനെ കുറിച്ചാണ്. ഇൻ്റർസെക്സിൻ്റെ പല ടൈപ്പുകളെ കുറിച്ചാണ്. കത്തോലിക്ക സഭ നമ്മെ പഠിപ്പിക്കുന്നത് അവരെ ചേർത്ത് നിർത്താനാണ്. കാരണം ഇൻ്റർസെക്സ് എന്നത് ഒരു ജനറ്റിക്കൽ കണ്ടീഷനാണ്. പല അവസരങ്ങളിലും പല കേസുകളിലും റെക്ടിഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനെയുള്ളവരെ നമുക്കും ചേർത്ത് നിർത്താം. ഓൺ ദറ്റ് നോട്ട് ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. എഴുതി അറിയിക്കേണ്ട ഇമെയിൽ അഡ്രസ് info@tobforlife.org.